ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വേദഭാഗം നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുള്ള വേദഭാഗം 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമാണ്. 2 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ശേഷിച്ചിരിക്കാൻ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വളരെ പ്രാധാന്യതയുള്ള എല്ലാ വാക്കുകളും അല്പം വിശദമായി തന്നെ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമേറിയ ഒരു വേദഭാഗമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ സംസാരിക്കാൻ കർത്താവ് ശരണപ്പെടുന്നത്. ലാസ്റ്റ് ടൈമിൽ നമ്മൾ ചിന്തിച്ചത് ഒരു വിശ്വാസി എന്തുകൊണ്ട് പാപജീവിതത്തിൽ തുടരാൻ പാടില്ല എന്നതാണ്. അതിന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പാസേജിൽ എഴുതിയിരിക്കുന്ന വളരെ പ്രാധാന്യതയുള്ള ചില റീസൺസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വളരെ ക്ലിയർ ആയിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയാതെ ഏതൊരുവൻ വായിച്ചാലും എല്ലാവർക്കും ഗ്രഹിക്കത്തക്കവണ്ണം വെരി ക്ലിയർ ആയിട്ട് എഴുതി നൽകിയിട്ടാണ് നമ്മളോട് വളരെ ദൈവഭയത്തിൽ ജീവിക്കണമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ അന്ന് പറഞ്ഞ കാര്യത്തെ വിശദീകരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അതിനോട് ചേർന്ന് തന്നെയാണ് അതേ പരിശുദ്ധാത്മാവ് കൊരിന്ത്യ സഭയോട് ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. പ്രിയരെ, നമ്മൾ തിരുവെഴുത്ത് കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ രാവിലെയുള്ള സെഷനിലൊക്കെ നന്നായിട്ട് ദൈവവചനം പറയുന്ന ശുശ്രൂഷകന്മാർ നിങ്ങളുടെ മുൻപിൽ വന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കാറുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനം കേൾക്കാൻ താല്പര്യമുള്ളവരാണ്. പക്ഷെ എൻ്റെ ഒരു റിക്വസ്റ്റ് ഞാൻ പറയുകയാണ്, കൃത്യമായും ശ്രദ്ധയോടെ ഇരിക്കണം. നന്നായിട്ട് കാര്യങ്ങളെ ഗ്രഹിക്കുകയും അത് ബോധ്യമാക്കുകയും ആ ബോധ്യമായത് ജീവിതത്തിൽ അനുസരണത്തിലേക്ക് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരികയും ചെയ്യുന്നില്ലെങ്കിൽ ദൈവവചന കേൾവി കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ ആരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. ഇത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനവും ദൈവവചന കേൾവി കൊണ്ടില്ല. അത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് ആരംഭത്തിൽ തന്നെ പറഞ്ഞ് ഞാൻ ഈ വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് പോവുകയാണ്. നാം എങ്ങനെ ജീവിക്കുന്നതാണ് ഒരു ചോദ്യം ചോദിച്ച് എൻ്റെ പ്രഭാഷണങ്ങൾ ഒരു 99% അങ്ങനെയാണ് ഞാൻ ആരംഭിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ച് ഈ വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നു. നാം എങ്ങനെ ജീവിച്ചാലാണ് ആ ജീവിതം നമ്മുടെ കർത്താവിന് ഏറ്റവും പ്രസാദമായി തീരുന്നത്? ഒന്നുകൂടെ ഞാൻ ക്വസ്റ്റ്യൻ പറയാം. നാം എങ്ങനെ ജീവിച്ചാലാണ് നമ്മുടെ ആ ജീവിതം ദൈവത്തിന് പ്രസാദമായി തീരുന്നത് എന്ന ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലിട്ട് ചില ഉത്തരങ്ങൾ ഞാൻ തന്നെ അങ്ങോട്ട് പറയാം. എല്ലാ ദിവസവും ബോസ്റ്റൺ പ്രയർ ലൈനിൽ കയറിയാൽ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാകും എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ തെറ്റി. അത് പ്രസാദകരമാകും, പക്ഷെ ഞാൻ പറയുന്ന കാര്യം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രം. അല്ല, എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ യോഗത്തിന് പോയാൽ ജീവിതം പ്രസാദകരമാകുമോ? നമുക്ക് കിട്ടുന്ന നന്മയുടെ ഒരു ഓഹരി ദൈവരാജ്യത്തിന് കൊടുത്താൽ ജീവിതം ദൈവത്തിന് പ്രസാദകരമാകുമോ? അങ്ങനെ പ്രവർത്തനം നടത്തിയാൽ, മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയാൽ, നമ്മൾ ഇവിടുത്തെ സിറ്റിയിലോ അല്ലെങ്കിൽ ട്രാഫിക് ലൈറ്റിൽ ആളുകൾ കൂടുന്നിടത്തോ ചെന്ന് ഗോസ്പൽ ട്രാക്ട് കൊടുത്താൽ കർത്താവിന് പ്രസാദകരമാകുമോ? എന്നാൽ അങ്ങനെ ഒന്നും തിരുവെഴുത്തിനകത്ത് നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ തിരുവെഴുത്തിനകത്ത് നമ്മൾ ഓൾ ന്യൂ ടെസ്റ്റ്മെന്റിലൂടെ പോയാൽ മനസ്സിലാക്കാവുന്ന വളരെ ലളിതമായ ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര വിശുദ്ധമായിട്ട് ജീവിക്കുന്നോ അതാണ് ദൈവത്തിന് പ്രസാദം. മാത്രം നമ്മൾ ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നോ അത് മാത്രമേ ദൈവത്തിന് പ്രസാദമാകുകയുള്ളൂ. നമ്മുടെ ജീവിതം എത്ര വിശുദ്ധമാണോ അത്രയ്ക്ക് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരിക്കും. The holier a life I live, the more pleasing my life becomes to God. ഒന്നുകൂടെ ഞാൻ പറയാം. The holier a life I live, the more pleasing my life becomes to God. നമ്മൾ എത്ര വിശുദ്ധിയോടെ ജീവിക്കുന്നോ അത്രയും ദൈവഹൃദയത്തിന് നമ്മുടെ ജീവിതം പ്രസാദകരമായിരിക്കും. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രയർ ലൈൻ നടത്തിയാലും പ്രാർത്ഥന നടത്തിയാലും ഈ രാവിലെ 3 മണിക്ക് സിയാറ്റിൽ എഴുന്നേറ്റിരുന്ന് പ്രസംഗിച്ചാലും ഒക്കെ ദൈവത്തിന് പ്രസാദകരമാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റ് ആണ് എന്ന് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനങ്ങ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വായിച്ച വാക്യം നിങ്ങളെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയിൽ ദൈവ
ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ. ആ പദം അടിവരയിടണം. ഇത് ദൈവത്തിന്റെ ഗോഡ് ബ്രീത്ത് ഔട്ട് വേർഡാണ്. ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് കാണും, ദൈവശ്വാസീയമാണ്. കർത്താവിന്റെ ആ ഓൺ വേർഡ് നമ്മുടെ ലാംഗ്വേജിൽ എഴുതി നമ്മുടെ കൈ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. സ്വർഗത്തിലെ ദൈവത്തിന് ഭൂമിയിലുള്ള ആളുകളോട്, പ്രത്യേകം രക്ഷിക്കപ്പെടുന്ന ആളുകളോട് ചില കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് പറയാനുണ്ടായിരുന്നു. ആ പറയാനുള്ള കാര്യങ്ങൾ കർത്താവ് ചിലരെ പ്രത്യേകം വിളിച്ച് അവർക്ക് അപ്പോസ്തലന്മാരെന്ന പദവി നൽകി അവരിലൂടെ എഴുതി നമുക്ക് നൽകിയേക്കുകയാണ്. അതാണ് നമ്മുടെ ഇരിക്കുന്ന പുസ്തകം. ഈ സർവ്വലോകത്തോടും ദൈവത്തിന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. അത് എന്നോടും നിങ്ങളോടും എല്ലാവരോടും പറയാൻ ദൈവത്തിനൊരു കാര്യമേ ഉള്ളൂ. അതാണ് ഈ പുസ്തകം. അതുകൊണ്ട് ദൈവവചനത്തിന്റെ ആധികാരികത, അതിന്റെ സഫിഷ്യൻസി എന്താണെന്ന് ഈ കേൾവിക്കാർ ദയവായിട്ട് മനസ്സിലാക്കണം. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമ്മുടെ കർത്താവിലുണ്ട് എന്നതാണല്ലോ തിരുവെഴുത്തിനകത്തൂടെ നമ്മൾ വായിക്കുന്നത്. നോക്കൂ, പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. ഞാൻ ആ വിഷയമാണ് നിങ്ങളോട് പറയാനായിട്ട് പ്രത്യേകം ഇന്ന് ആഗ്രഹിക്കുന്നത്. എത്രമാത്രം അത് വിശദമാക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷെ കർത്താവ് നൽകുന്ന ആ വെളിച്ചത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം നിങ്ങളോട് പറയാമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് ഇവിടെ ഈ ഒരു പാസ്റ്ററിന്റെ ഹൃദയം, ഒന്നുകൂടെ പറഞ്ഞാല് ഒരു ശുശ്രൂഷകന്റെ ഹൃദയം, സഭയെ നോക്കുന്ന, സഭയിൽ അധ്യക്ഷത ചെയ്യുന്ന ഒരു എൽഡറിന്റെ, ഒരു അധ്യക്ഷന്റെ ഹൃദയം എത്രമാത്രം എന്നറിയാൻ, അത് എത്രമാത്രം ആഴമുള്ളതാണ്, എത്രമാത്രം ഇന്റിമസി ഉള്ളതാണെന്ന് അറിയാൻ 2 കൊരിന്ത്യൻസ് വായിച്ചാൽ മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. 2 കൊരിന്ത്യൻസ് നിങ്ങൾ വായിക്കണം. അത്രയും ഹൃദയസ്പർശിയായ മറ്റൊരു ലേഖനം എൻ്റെ ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് ഇതിനേക്കാൾ തിയോളജിക്കലി സൗണ്ടായ ഡീപ്പായ എപ്പിസോഡ്സ് ഉണ്ട്. പക്ഷേ വളരെ ഹൃദയംഗമമായ ഒരു എപ്പിസോഡ് വേറെ ഒന്നുമില്ല. ഞാനത് ഇപ്പോൾ എൻകറേജ് ചെയ്യാൻ കാര്യം ഞാൻ എൻ്റെ മോർണിംഗിൽ ഇപ്പോൾ വായിക്കുന്നത് 2 കൊരിന്ത്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അതെടുത്ത് പറയാനായിട്ടുള്ള കാര്യം. നിങ്ങളതൊരു ഒരു താല്പര്യമായിട്ട് എടുത്ത് 2 കൊരിന്ത്യൻസ് ഒന്ന് വായിക്കണം. പോളിന്റെ ഹൃദയം എന്താണെന്നറിയാൻ, ഒരു സഭാശുശ്രൂഷകന്റെ ഹൃദയം എന്താണെന്നറിയാൻ 2 കൊരിന്ത്യൻസ് വെരി ക്ലിയർ ആയി പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. നോക്കൂ പ്രിയരെ, ഇവിടെ കൊരിന്ത്യയിലെ സഭയോട് പറയുക, നിങ്ങൾ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. വിശുദ്ധിയെ തികയ്ക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വേർഡ് സാൻഡിഫൈഡ് ലൈഫ്, വിശുദ്ധീകരണത്തിലുള്ള ജീവിതം എന്ന് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അതിലേക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ വരാം. ഈ കൊരിന്ത്യ ലേഖനം, 2-ാമത്തെ ലേഖനം, അതിന്റെ ചാപ്റ്റർ 1:1 നിങ്ങൾ എല്ലാവരും ബൈബിൾ കയ്യിലുണ്ടല്ലോ, ഒന്ന് തിരിച്ചു നോക്കിയേ. കൊരിന്ത്യർക്ക് എഴുതി 2-ാമത്തെ ലേഖനം, അതിന്റെ 1-ാമത്തെ വാക്യം, 1:1, ചാപ്റ്റർ 1:1. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊരിന്തിലെ ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും എഴുതുന്നത്. അവിടുത്തെ പേര് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, സകല വിശുദ്ധന്മാർക്കും. പോളിന്റെ ലെറ്റർ റെസിപ്പിയന്റ് ആയിട്ട് അക്കരെ നിൽക്കുന്ന ആളുകളെ പോൾ അഡ്രസ് ചെയ്തിരിക്കുകയാണ്. ഓൾ സെയിൻസ്, എല്ലാ വിശുദ്ധന്മാർക്കും എഴുതുന്നത്. അങ്ങനെ വിശുദ്ധന്മാരെന്ന് അഡ്രസ് ചെയ്ത ഈ കൊരിന്തിലെ ആളുകളെ പറ്റി തന്നെയാണ് 7:1 വായിക്കുന്നത്. നിങ്ങൾ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. ഇതെങ്ങനെയാണ് ഇത് രണ്ടൂടെയും ഒരുമിച്ച് ശരിയാകുന്നത്? വിശുദ്ധന്മാരാണെങ്കിൽ പിന്നെ എന്തിന് വിശുദ്ധിയെ തികയ്ക്കണം? ഒരു വാചകത്തിൽ പറഞ്ഞ് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. 2-ാമത്തെ ചാപ്റ്റർ 1:1 നമ്മൾ വായിക്കുന്ന ആ സകല വിശുദ്ധന്മാരും, അത് ഇവിടെ എല്ലാം മറ്റു ലേഖനത്തിൽ നമുക്ക് കാണാം. അത് രക്ഷിക്കപ്പെട്ട, വീണ്ടും ജനിച്ച, കർത്താവിലേക്ക് വന്ന സകല ആളുകളെയും കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പൊസിഷണൽ പേര്, ഒരു എന്താ പറയുക, ഒരു സ്ഥാനീയമായ ഒരു പദവിയാണ്. അതായത് രക്ഷിക്കപ്പെട്ട എല്ലാവരെയും ബൈബിൾ വിളിക്കുന്നത് വിശുദ്ധന്മാരെന്നാണ്. അതുകൊണ്ട് ആശ്വസിക്കാം, മറ്റ് സാമുദായിക കൂട്ടായ്മകളിലെ പോലെ മരണാനന്തര ബഹുമതി അല്ല ആ പദം. രക്ഷിക്കപ്പെട്ട എല്ലാവരെയും വിളിക്കുന്ന പേരാണ് സെയിൻസ് എന്ന ആ വളരെ സ്ഥാനീയമായ ആ വിളി എന്നുള്ളത്. അങ്ങനെ പൊസിഷണലി സാൻഡിഫൈഡ് ആയ ഓരോ ദൈവമക്കളുടെയും പ്രാക്ടിക്കലായിട്ടുള്ള ആ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതാണ് 7:1. നമ്മൾ പൊസിഷണലി സാൻഡിഫൈഡ് ആയതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്നു, നമ്മൾ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് സേഫ് സോണിൽ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നവരോട് തന്നെയാണ് അപ്പോസ്തലൻ ആത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ 7:1 എഴുതി കണ്ടിന്യൂ ചെയ്യുമ്പോൾ പറയുകയാണ്, തന്നെ താൻ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. സാൻഡിഫൈഡ് ആയവർ ഡെയിലി ലൈഫിൽ വിശുദ്ധിയെ തികയ്ക്കണം. ഇതാണ് അതിന്റെ അർത്ഥം. ഡെയിലി ലൈഫിൽ, അനുദിന ജീവിതത്തിൽ, അത് ലോകത്തിന്റെ ഏത് കോർണറിലാണെങ്കിലും ദൈവവചനം എന്നോട് പറയുന്നത് വിശുദ്ധിയെ തികയ്ക്കണം, ഹോളി ആകണം, കൂടുതൽ ദൈവത്തോട് അടുത്ത് ജീവിക്കണം, കൂടുതൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. അതാണ്
ആ വാക്കിന്റെ അർത്ഥം. വിശുദ്ധന്മാരോട് പറയുകയാണ് വിശുദ്ധിയെ തികച്ച് ജീവിക്കണം. ഈ വിശുദ്ധൻ എന്നുള്ളതിന്റെ ആ ഒരു സിമ്പിൾ അർത്ഥം, വിശുദ്ധി എന്നതിന്റെ അർത്ഥം സെറ്റ് അപ്പാർട്ട് എന്നാണ്. സെറ്റ് അപ്പാർട്ട് ഫ്രം ദ വേൾഡ്ലി ഈവിൾ. ഈ ലോകത്തിന്റെ സിസ്റ്റം, എന്താ പറയാ, ഈ ലോകം ചലിക്കുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ, അത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഈവിളാണ്, സാത്താനാണ്, ഈ ലോകത്തിന്റെ പ്രഭുവാണ്. അവന്റെ കയ്യിലെ എന്താ പറയാ, അടിമകളെ പോലെയാണ് ലോകം നയിക്കപ്പെടുന്നത്. ലോകം ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത്. നമ്മളെ വിളിച്ചേക്കുന്നത് ലോകത്തിൽ നിന്ന് ക്രിസ്തുവിനായി നമ്മളെ വിളിച്ചു എന്നതാണ് വേദപുസ്തകത്തിന്റെ വാക്യം. ആ ഈവിൾ സിസ്റ്റത്തിൽ നിന്ന് നമ്മെ രക്ഷയിലേക്ക് വിളിച്ചു. അങ്ങനെ വിളിച്ച നമ്മൾ കർത്താവിനെ നേരിൽ കാണുവോളം അവന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നതിന്റെ പേരാണ് വിശുദ്ധീകരണത്തിൽ തുടരുക എന്നത്. മനസ്സിലായി എന്ന് വിചാരിച്ചോട്ടെ. അല്പം കൂടെ ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഈ യോഹന്നാന്റെ ശിഷ്യന്മാര് കാണുന്ന ഒരു ഭാഗം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിനകത്തുണ്ട്. അവിടെ യോഹന്നാന്റെ ശിഷ്യന്മാര് കണ്ടപ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട് നമ്മുടെ കർത്താവിനെ പറ്റി, ഇവനാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാൾ. ആ ഭാഗം വിശദമാക്കാനല്ല. അപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാര് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗുരു നീ എവിടെ പാർക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഗുരു നീ എവിടെ പാർക്കുന്നു? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? വന്ന് കാണീൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാൻ അതിനെ ഈ നിലയിൽ ഒന്ന് വ്യാഖ്യാനിക്കാം. കർത്താവ് എന്താ ആ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമ്മുടെ കർത്താവ് പാർക്കുന്ന ഇടം വരെ അവന്റെ പിന്നാലെ യാത്ര ചെയ്യുക. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സാങ്ക്ടിഫൈഡ് ലൈഫ്. അങ്ങനെ ഒരു ജീവിതം അവന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നതിനെയാണ് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കൂ, ഞാൻ 2-3 ചെറിയ തലക്കെട്ടിട്ട് നിങ്ങളോട് ചെറിയൊരു ഹെഡിങ് ഇട്ടിട്ട് നിങ്ങളോട് പറയാം. വൈ ഷുഡ് ബി ലീവ് ഹോളി ലൈഫ്? എന്തുകൊണ്ട് സെറ്റപ്പാർട്ടായ ഒരു ജീവിതം നമ്മൾ നയിക്കണം? ലാസ്റ്റ് ടൈം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തുകൊണ്ട് പാപം ചെയ്യരുത്, അത് അപ്പോസ്റ്റോലിക് കമാൻഡ് ആണ്. എന്തുകൊണ്ട് പാപം ചെയ്യരുത്? കാര്യം സിൻ ഈസ് റെബല്ലിയൻ അഗെയിൻസ്റ്റ് ഗോഡ്. അങ്ങനെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്തുകൊണ്ട് നമ്മൾ അന്ന് എന്തുകൊണ്ട് പാപം ചെയ്യരുത് എന്നാണെങ്കിൽ, ഇന്ന് എന്തുകൊണ്ട് വൈ ഷുഡ് ബി ലീവ് ഹോളി ലൈഫ്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ അകത്തെഴുതണം. നമ്മളൊക്കെ ഹൃദയത്തിൽ സർക്കംസിഷൻ ചെയ്തവരാണ്. മറ്റു നിലയിൽ പറഞ്ഞാൽ ദൈവം നമുക്ക് പുതിയ ഹൃദയം നൽകി നമ്മളെ രക്ഷയിലേക്ക് വിളിച്ചവരാണ്. നോക്കൂ, അങ്ങനെ പുതിയ ഹൃദയം നൽകി നമ്മളെ രക്ഷയിലേക്ക് വിളിച്ച നമ്മളോട് നാം തന്നെ ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം, വൈ ഷുഡ് ബി ലീവ് ഹോളി ലൈഫ്? എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധമായിട്ട് ജീവിക്കണം? വളരെ ലളിതമായ ഉത്തരം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു ബി ഹോളി എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. പറഞ്ഞാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. അതിന്റെ റീസൺ പറഞ്ഞേക്കുന്നത് ഐ ആം ഹോളി, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. നമ്മുടെ കർത്താവ് വിശുദ്ധനാകയാൽ എന്ന് പറഞ്ഞേക്കുന്നത് വെരി സെപ്പറേറ്റ് കൈൻഡ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഗണത്തിൽ പെടാത്ത എന്നാണ് അതിന്റെ അർത്ഥം. ഈ കൂട്ടത്തിൽ പെടാത്ത വളരെ സെപ്പറേറ്റ് കൈൻഡായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ട്രൈയൂൺ ഗോഡ് ഹോളിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഒരു മോഡേൺ തിയോളജി എന്നുള്ളത് ഗോഡ് ഈസ് ലവ്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് ദൈവത്തിന്റെ റൈച്ചസ്നെസ് പറയരുത് എന്നവർ പറഞ്ഞേക്കുന്ന ഒരു ബുക്ക് ഞാൻ റീസെന്റ് വായിച്ചു. ദൈവം സ്നേഹമാണ്, ദൈവസ്നേഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഗോഡ് ഈസ് ലവ് എന്നുള്ളത് തന്റെ ആട്രിബ്യൂട്ട്സിലെ ഒരു കാര്യം മാത്രമാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ ഓരോ ശ്രദ്ധിക്കണം. തന്റെ ആട്രിബ്യൂട്ട്സിലെ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, അവിടുന്ന് മേഴ്സിഫുൾ ആണ്, അവിടുന്ന് ഗ്രേഷ്യസ് ആണ്, അവിടുന്ന് റൈച്ചസ് ആണ്, അവിടുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ്. അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലെങ്കിലും ഞാൻ ഒരു ബൈബിളിന്റെ ആശയത്തിൽ, അതായത് ഒരു ബിബ്ലിക്കൽ ബേസിൽ നിന്നുകൊണ്ട് പറയാം, ഗോഡ് ഈസ് ലവ് 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 എന്ന് വാക്കിയില്ല. നിങ്ങൾ എവിടെയും വായിച്ചിട്ടുണ്ടോ? ഗോഡ് ഈസ് ലവ് 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 എന്ന് വായിക്കുന്നില്ല. ഗോഡ് ഈസ് റൈച്ചസ് 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 എന്ന് വായിക്കുന്നില്ല. പക്ഷെ ഒരു ക്യാരക്ടർ വളരെ ഹൈലൈറ്റ് ചെയ്ത് വായിക്കുന്നുണ്ട്, ഗോഡ് ഈസ് ഹോളി ഹോളി ഹോളി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു സ്വഭാവം ഏറ്റവും ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. എല്ലാം ഈക്വലി ആണെങ്കിലും പുസ്തകത്തിനകത്ത് ഒരു ക്യാരക്ടർ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? The God, the one whom we serve is triune holy God, thrice holy God. അതും നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. ഞാൻ സേവിക്കുന്ന ദൈവം, ഇപ്പൊ മറ്റൊരു റിലീജിയൻ ആണ് നമ്മളോട്, നമുക്ക് ഈ രാജ്യത്ത് ഏറ്റവും അധികം വളരുന്ന, അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം പെട്ടെന്ന് ഭയം കൊണ്ടാണെങ്കിലും വളരുന്ന ഒരു റിലീജിയൻ ആണല്ലോ ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാമിന്റെ ദൈവം ഹോളി ആകണമെന്നില്ല. ആ ദൈവം അവരോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ റിലീജിയന് വേണ്ടി നിങ്ങൾക്ക് തക്കിയ ചെയ്യാം, നോണ പറയാം.
അത് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മളോട് അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടുന്ന് ത്രൈസ് ഹോളി ഗോഡ് ആയതുകൊണ്ട് നമുക്കത് പറ്റില്ല. നമുക്ക് ട്രൂത്ത് മാത്രമേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. ജീവിതത്തിൽ സബ്ജക്റ്റീവ് ട്രൂത്ത് ഉണ്ടാകുക എന്ന് മാത്രമല്ല, ഒബ്ജക്റ്റീവ് ട്രൂത്തായ തിരുവെഴുത്ത് അനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വേറെ റിലീജിയനിൽ അവരുടെ മതങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് തെറ്റ് കാണിച്ചാൽ അവരുടെ ഗോഡ് ആൻഡ് ഗോഡസസ് അതിന് സപ്പോർട്ടാണെങ്കിൽ, ബൈബിളിന്റെ ദൈവം അങ്ങനല്ല. അവിടുന്ന് ത്രൈസ് ഹോളി ഗോഡ് ആണ്. അതാണ് നമ്മൾ വിശുദ്ധമായിട്ട് ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കാരണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനിയും എൻ്റെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് ആ വാക്യത്തിന്റെ അർത്ഥം നോക്കാം. എന്താണ് ആ വാക്യം, ഏത് കോണ്ടെക്സ്റ്റിലാണ് പരിശുദ്ധാത്മാവ് അത് പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും വേദപുസ്തകം നോക്കണം. നിങ്ങൾ നല്ല ചോദിക്കേ, മഹാദൈവത്തിന്റെ ആ ഡിവൈൻലി ഇൻസ്പയർഡ് ആയ തിരുവെഴുത്ത് എൻ്റെ ലാംഗ്വേജിൽ വായിക്കാൻ എനിക്ക് കിട്ടിയേക്കുകയാണ്. എത്ര സന്തോഷമാണെന്ന് അറിയാമോ? അതിനോടൊരു സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിനേക്കാൾ വലിയൊരു സന്തോഷം ആകാശത്തിന്റെ കീഴിലില്ല. അത് നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലായാൽ മാത്രം മതി. നോക്കൂ എങ്ങനെയാണ് വായിക്കുന്നത്. Therefore, ഇംഗ്ലീഷിലെ ആ ഞാൻ NASB ആണ് ഞാൻ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. Therefore, മലയാളത്തിൽ അങ്ങനെ അതിനിടയ്ക്ക് ഈ എന്നൊരു പ്രയോഗം, ഈ therefore പ്രോമിസസ് എന്ന് നമ്മൾ വായിക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ഇംഗ്ലീഷിലെ പ്രയോഗം therefore having these promises. നോക്കൂ, ഒരു therefore വരുമ്പോൾ അത് ന്യായമായിട്ട് മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ, ഏത് വാഗ്ദത്തങ്ങൾ? നമുക്ക് ആ വാഗ്ദത്തം എന്നറിയാവുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മാറ്റം വന്ന് കാണും, ബൈബിളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങിയത് കൊണ്ട്. നമുക്ക് ആ വാഗ്ദത്തം ഫ്ലൈറ്റ് കയറി എവിടെയൊക്കെ ഇറങ്ങുന്നതാണ്. അതൊന്നും അല്ല. അതൊക്കെ ഇന്ന് വരും, നാളെ പോകും. ഞാൻ സിയാറ്റ്ലുകാരോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഡാളസുകാർക്ക് പിന്നെയും കുറച്ചുകൂടിയൊക്കെ, അല്ലെങ്കിൽ ചിക്കാഗോക്കാർക്ക് അല്ലെങ്കിൽ ന്യൂയോർക്കുകാർക്ക് കുറച്ചുകൂടിയൊക്കെ വെസ്റ്റിലോട്ട് ഫ്ലൈ ചെയ്യാൻ. ഞങ്ങൾ എങ്ങോട്ട് ഫ്ലൈ ചെയ്യാൻ? ഇവിടെ പസഫിക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇനിയും കറങ്ങിയാൽ സിംഗപ്പൂരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. കാര്യം പിന്നെ തിരിയാണ്, അറിയില്ല. അതുകൊണ്ട് ഇതിനെ ഒരു ചെറിയ ഇവിടെ അതല്ല. യോഹന്നാൻ പറയുന്നത്, ഫസ്റ്റ് ജോണിൽ വായിക്കുന്ന വാക്യം, ദൈവത്തിന്റെ വാഗ്ദത്തമോ നിത്യജീവൻ തന്നെ. അതാണ് അതിന്റെ അർത്ഥം. നോക്കൂ, ഇവിടെ ഈ വാഗ്ദത്തങ്ങൾ പ്ലൂറലാണ്. ഒന്നിലധികം കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞേക്കാണ്. ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് വളരെ ബോൾഡായിട്ട്, വളരെ കൺഫേംഡ് ആയിട്ട്, വളരെ ഉറപ്പായിട്ട് അപ്പോസ്തലൻ ഹോളി ലൈഫിന്, ആ സഭയെ, യൂണിവേഴ്സൽ ചർച്ചിനെ ആഹ്വാനം ചെയ്ത് പറയുകയാണ്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. ഏത് വാഗ്ദത്തം? അങ്ങനെയാണെങ്കിൽ ഈ വാക്യങ്ങളുടെ നേരെ മുകളിൽ കിടക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ ഏത് വാഗ്ദത്തമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. പോൾ കോട്ടഡ് ഓൾഡ് ടെസ്റ്റമെന്റ് പാസേജസ്. അതാണ് അതിന്റെ പ്രത്യേകം 16 മുതൽ 17 വരെയുള്ള വാക്യം. 14 മുതൽ വായിക്കേണ്ടതാണ്, പക്ഷെ അതിനുള്ള സമയം എന്റെ മുന്നിലില്ല. നോക്കൂ, 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് പഠിച്ചാൽ, മറ്റ് കമന്ററീസിന്റെ സഹായത്തോടെയൊക്കെ ഒന്ന് റെഫർ ചെയ്താൽ, 5 പ്രോമിസസ് വേഴ്സസ് 16 to 17 അകത്തുണ്ട്. 5 പ്രോമിസസ്. ഈ 5 പ്രോമിസസ് അതിനെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടാണ് നമ്മളോട് പറയുന്നത്, ഈ വാഗ്ദത്തങ്ങൾ ഈ വാഗ്ദത്തങ്ങൾ ശേഷിച്ചിരിക്കുക. നമുക്ക് പെട്ടെന്ന് ആ 5 പ്രോമിസ് ഒന്ന് നോക്കി 7:1 അല്പം കൂടെ ഒന്ന് വിശദമാക്കാം. നോക്കി, എല്ലാവരും വേദപുസ്തകം നോക്കണം. ഇത് സ്വർഗത്തിലെ ദൈവം എന്നോട് തനിക്ക് പറയാനുള്ള കാര്യം എഴുതി നൽകിയാണ്. നോക്കി, എന്താ പറയാനുള്ളത്? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. എന്നിട്ട് കോട്ട് തുടങ്ങിയാണ്. ഡബിൾ ഇൻവെർട്ടർ കോമ എല്ലാവരുടെ ബൈബിളുണ്ടല്ലോ. എന്താണ് വായിക്കുന്നത്? ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യുന്നു. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നല്ലോ. പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്. എന്നിട്ട് അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുന്നു. അതിന്റെ പേരാണ് ഹോളിനെസ്. സിമ്പിൾ ഡെഫിനിഷൻ കണ്ടോ? എന്താണ്? കം ഔട്ട് ഫ്രം ദെയർ മിഡ്സ്റ്റ് ആൻഡ് ബി സെപ്പറേറ്റ്. ദാറ്റ് ഈസ് എ സിമ്പിൾ മീനിങ് ഓഫ് സാന്റിഫൈഡ് ലൈഫ്. ദാറ്റ് ഈസ് എ സിമ്പിൾ മീനിങ് ഓഫ് ഹോളി ലൈഫ്. അല്ലാതെ സിൻലെസ് പെർഫെക്ഷൻ അല്ല. സിൻലെസ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാവവും ഇല്ലാത്ത ജീവിതം അല്ല. അങ്ങനെ ഒരു ജീവിതം ഭൂമിയിൽ ഇല്ല. അത് നമ്മുടെ ആ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പോലെ നമ്മൾ ആകുമ്പോഴാണ് സിൻലെസ് പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. ഹോളിനെസിന്റെ ബിബ്ലിക്കൽ മീനിങ് നമ്മളോട് പറയാനായിട്ടുള്ള ഡെഫിനിഷൻ ആണ് 17-1 വാക്യം. കം ഔട്ട് ഫ്രം ദയർ മിഡ്സ്റ്റ് ആൻഡ് ബി സെപ്പറേറ്റ്. എന്നിട്ട് പറയുക, എന്ത് കർത്താവ് അരുളി ചെയ്യുന്നു? അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ യാഹുവേ അരുളി ചെയ്യുന്നു. വാക്യം കണ്ടോ? ഈ വായിച്ച 2 വാക്യത്തിനകത്ത് 5 പ്രോമിസ് ഉണ്ട്. ആ 5 പ്രോമിസ് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. therefore having
ദീസ് പ്രോമിസസ് ബിലവഡ് എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എഴുതിയേക്കുന്നത് നോക്കി, എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ വാക്തത്വം എന്ന് പറയുമ്പോൾ. ഈ നമ്മുടെയൊക്കെ ഒരു പ്രഭാഷണ ശൈലിയുണ്ട്. ഈ വാക്തത്വങ്ങൾ എന്ന ആ വാക്കെടുത്തിട്ട് ബൈബിളിൽ എവിടെല്ലാം വാക്തത്വം ഉണ്ടായി എല്ലാം പോകും. അതല്ല അതിൻ്റെ അർത്ഥം. അത് വളരെ നോൺസെൻസ് ആണ്. അങ്ങനെ ചെയ്യരുത്. അത് വളരെ തെറ്റായ വ്യാഖ്യാനമാണ്. ഞാൻ നിങ്ങളോട് ചോദ്യം, ഇത് എൻ്റെ ഇവിടുത്തെ 4:40 തീരുകയാലും തോന്നുന്നു. നോക്കി, എന്നാലും ഞാനങ്ങ് പറയാം, നിങ്ങളെക്കാട്ട് ഏർലി ആയിട്ട് ഞാനല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരൂടെ അങ്ങ് ശ്രദ്ധിച്ചിരുന്നേ. നോക്കൂ, ഞാനിങ്ങനെ പറയാം. ബൈബിളിനകത്ത് ഇൻ ദ ബിഗിനിങ് എന്ന് ആരംഭിക്കുന്ന 4 ബുക്കുണ്ട്. 3 ബുക്കുണ്ട്. ഇൻ ദ ബിഗിനിങ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജനസിസ് ചാപ്റ്റർ 1:1 ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. ജോൺ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1:1 ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. 1 ജോൺ 1:1 ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. പക്ഷെ ഈ 3 ബിഗിനിങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജനസിസ് 1:1 ഈ ക്രിയേഷന്റെ കാര്യമാണ് പറയുന്നത്. ജോൺ 1:1 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ആ ട്രൈയൂൺ ഗോഡ് ഹെഡിലെ കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. 1 ജോൺ 1:1 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ട് ഭൂമിയിൽ വന്ന കാര്യമാണ് പറയുന്നത്. മനസ്സിലാവുന്നോ? അതുകൊണ്ട് ആ അർത്ഥത്തിൽ അത് വേദോസം വ്യാഖ്യാനിക്കരുത്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, വേർഡ് ബൈ വേർഡ്, വേർഡ്സ് ആയിട്ട് വായിച്ചാൽ മാത്രമേ ഹോളി സ്പിരിറ്റ് ഇന്റൻഡഡ് മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും. മനസ്സിലാവുന്നോ? നോക്കൂ, നമുക്ക് ആ 5 വാക്തത്വം നോക്കാം. ഒന്നാമത്തെ പ്രോമിസ്, ഞാൻ എന്തുകൊണ്ട് ഹോളി ആയിട്ട് ജീവിക്കണം. ഇനി ഞാനിപ്പോ നിങ്ങൾക്ക് അതിന്റെ റൂട്ട് പറഞ്ഞു തന്നില്ല. ഇനി നിങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചങ്ങ് വായിച്ചു നോക്കി. എന്താ ഒന്നാമത്തെ വ്യാഖ്യാനം? 16-ാം വാക്യം, ഞാൻ അവരിൽ വസിക്കുകയും. ഓൾഡ് ടെസ്റ്റ്മെന്റിലെ വാക്യമാണ് കേട്ടോ. ഞാൻ അവരിൽ വസിക്കുകയും. എന്തുകൊണ്ട് നമ്മൾ ഹോളി ആയിട്ട് ജീവിക്കണം എന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ വിശുദ്ധന്മാരോട് പറഞ്ഞേക്കുന്ന കാര്യം, ഞാൻ നിങ്ങളിൽ വസിക്കുകയും. അത് അവിടെ ഒരു കമ്മ്യൂണിറ്റിയിൽ വസിക്കുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് പറഞ്ഞേക്കാം, നിങ്ങൾ അതുകൊണ്ട് ജാതികളിൽ നിന്ന് വേർപെട്ടിരിക്കണം, എനിക്ക് വേണ്ടി സെറ്റപ്പ് ആയിട്ട് ചെയ്യണം. നോക്കൂ പ്രിയരെ, അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പ്രോമിസ് എന്താണെന്നറിയാമോ? ഇത് പ്രോമിസ് ഓഫ് ഹിസ് ഇൻഡ്വെല്ലിംഗ്. ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന പ്രോമിസ്. ഇത് പറഞ്ഞിട്ടാണ് അവരോട് പറഞ്ഞത്, ഈ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ അവരിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ. അതേ കാര്യം തന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത്, ഞാൻ നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട്. therefore having these promises. ക്ലിയർ? ആർ യു ഫോളോയിങ് മീ? ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഒന്നാമത്തേത് എന്താ? ഞാൻ നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട്. നാം എന്തുകൊണ്ട് ഹോളി സാന്റിഫൈഡ് ലൈഫ് നയിക്കണം? ബിക്കോസ് ഓഫ് ഹിസ് ഇൻഡ്വെല്ലിംഗ്. ഇത് നമുക്കറിയാം. ദൈവം എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒറ്റ സെക്കൻഡ് ഹോൾഡ് ചെയ്യണം പ്ലീസ്. ഒറ്റ സെക്കൻഡ്. Praise the Lord. ഓക്കെ, ഹോപ്പ്ഫുള്ളി കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. നോക്കി, ഞാൻ പറഞ്ഞ അടുത്ത സെൻസ് വെരി ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്താ സെൻസ് എന്നറിയാമോ? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ത്രിയേക ദൈവം, ട്രൈയൂൺ ഗോഡ്. നമ്മൾ ദൈവമക്കൾ എല്ലാവരും ഉണ്ടല്ലോ. നമ്മുടെ വർഷിപ്പ് എന്നുള്ളത് എപ്പോഴും ഓർത്തോണം, ക്രൈസ്റ്റ് മാത്രമല്ല നമ്മുടെ ഫോക്കസ്. ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സ്പിരിറ്റ്, ഗോഡ് ദ സൺ. ഈ ട്രൈയൂൺ ഗോഡ്. ഈസ്റ്റേൺ ചർച്ചകളിൽ നിന്ന് വന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ ആ ചർച്ച ആ പള്ളികളിലായിരുന്നപ്പോൾ ത്രിയേക ദൈവം എന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മുടെ എല്ലാ ശുശ്രൂഷകളും തുടങ്ങുന്നത്. ത്രിയേക ദൈവം, അതാണ് ക്രിസ്ത്യൻ ഗോഡ്. ആ ത്രിയേക ദൈവം നമ്മിൽ വസിക്കുന്നു എന്നാണ്. ജോൺ 14:15-16 വായിച്ചാൽ മതി. പിതാവായ ദൈവം നിങ്ങളിൽ വസിക്കുന്നു, ഞങ്ങൾ വന്ന് വാസം ചെയ്യുന്നു, ഞാൻ പോയാൽ നിങ്ങളോടുകൂടെ എന്നും വസിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ത്രിയേക ദൈവം നമ്മിൽ വസിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ യഹൂദന്മാരോട് യാഹ്വേ പറയുകയാണ്, ഞാൻ നിങ്ങളിൽ വസിക്കിയാൽ. അതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം, ത്രിയേക ദൈവം നമ്മിൽ വസിക്കുകയാൽ നിങ്ങൾ ഹോളിയർ ആയിരിക്കണം, നിങ്ങൾ വിശുദ്ധമായിരിക്കണം. ഇതാണ് നിങ്ങൾക്ക് വിശുദ്ധമായിട്ട് ജീവിക്കാനുള്ള ഒന്നാമത്തെ പ്രോമിസ്. ഒരു സെൻസ് ഉള്ള പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ മക്കളെ ആ ഭാവം ഒന്ന് വിടാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മളെ കർത്താവ് നമ്മിൽ വസിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എല്ലാവർക്കും അറിയാം, കർത്താവ് ത്രിയേക ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? വസിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് എനിക്ക് പുതിയ ഹൃദയം നൽകി. ആ കർത്താവ് എൻ്റെ അകത്ത് വസിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ ഒരു ചോദ്യം, നിങ്ങൾ ട്രൂത്ത്ഫുൾ ആയിട്ട് അതിനോടൊന്ന് ആൻസർ പറയണം. എല്ലാവരും വെരി ട്രൂത്ത്ഫുൾ ആയിട്ട് ആൻസർ പറയണം. ആർ വി കോൺഷ്യസ് അബൌട്ട് ഗോഡ്സ് ഇൻഡ്വെല്ലിംഗ്? ദൈവം എന്നിൽ വസിക്കുന്നു എന്ന കാര്യത്തെ പറ്റി നിങ്ങൾ വളരെ ബോധവാന്മാരാണ്. ആർ വി റിയലി കോൺഷ്യസ്? ആ ട്രൂത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനൊരു കാര്യമുണ്ട്. പക്ഷേ ആർ വി റിയലി കോൺഷ്യസ് അബൌട്ട് ദാറ്റ്? ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, ഞാൻ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ, എൻ്റെ കാര്യങ്ങൾ ഞാൻ നടത്തുമ്പോൾ, എൻ്റെ ബിസിനസ് ഞാൻ നടത്തുമ്പോൾ, എൻ്റെ ജോലി ഞാൻ ചെയ്യുമ്പോൾ, ഞാൻ കൂട്ടായ്മ ആചരിക്കുമ്പോൾ, ഞാൻ പാട്ട് പാടുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പ്രസംഗിക്കുമ്പോൾ, ആർ വി റിയലി കോൺഷ്യസ് അബൌട്ട് ദ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ട്രൈയൂൺ ഗോഡ്?
അത് വളരെ ഗൗരവമുള്ളവരായിരിക്കണം. പണ്ട് ഈ ഒരു 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 നടന്ന സംഭവമാണ് കേട്ടോ. ഞാൻ ആ പാസ്റ്റർ പേര് പറഞ്ഞ ചിലർക്കെങ്കിലും അറിയാൻ പറ്റും. അദ്ദേഹം ഇങ്ങനെ റൂമിൽ ഒത്തിരി വർക്കൊക്കെ ചെയ്യുന്ന ആർട്ടിക്കിളൊക്കെ എഴുതുന്ന ദേവദാസൻ. അദ്ദേഹം ആ റൂമിൽ ഇരുന്ന് ഇങ്ങനെ ആർട്ടിക്കിളൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ലിവിംഗ് റൂമിൽ ആ ചർച്ചിലെ കുറച്ച് പിള്ളേരെല്ലാം കൂടെ വന്ന് ഭയങ്കര ബഹളമാണ്. ആ ലിവിംഗ് റൂമിൽ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഭയങ്കര ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇച്ചിരി പ്രായമുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, പാസ്റ്ററുകൾ അകത്തിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പാസ്റ്ററുകൾ അകത്തിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് പാസ്റ്റർ കേട്ടു. പാസ്റ്റർ കേട്ടിട്ട് പിറ്റേ സൺഡേ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞെന്നാണ് ഞാൻ കേട്ടത്, എന്റെ കർത്താവേ, ദൈവസഭയ്ക്ക് ഇങ്ങനെ ഒരു ബോധ്യം, പാസ്റ്ററുകൾ അകത്തിരുന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ബഹളം വെക്കരുതെന്ന് പിള്ളേര് പറഞ്ഞൊരു ബോധ്യം, കർത്താവ് നമ്മിൽ വസിക്കുന്നതുകൊണ്ട് വിശുദ്ധമായിട്ട് ജീവിക്കണം, അങ്ങനെ ഒരു ബോധ്യം വിശ്വാസികൾക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ആ ഉപദേശി, ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞതായിട്ട് ഒരു പ്രായമുള്ള ഒരാൾ പറഞ്ഞു തന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, ഞാൻ പറഞ്ഞ ആ പ്രധാനപ്പെട്ട കാര്യം മറക്കരുത്. ദ പ്രോമിസ് ഓഫ് ഹിസ് ഇൻഡ്വെല്ലിംഗ്. ആർ വി റിയലി കോൺഷ്യസ് ഓഫ്? ഒന്നാമത്തെ കാര്യം ഇതാണ്, ഒന്നാമത്തെ വാക്യത്വം. രണ്ടാമത്തെ കാര്യം ആ വാക്യത്തിൽ തന്നെ നോക്കിയേ, ഞാൻ അവരിൽ വസിക്കുകയും, 2, അവരുടെ ഇടയിൽ നടക്കുകയും. കണ്ടോ, അവരുടെ ഇടയിൽ നടക്കുകയും എന്ന് പറഞ്ഞാൽ, 1, ദ പ്രോമിസ് ഓഫ് ഹിസ് ഇൻഡ്വെല്ലിംഗ്. 2, ദ പ്രോമിസ് ഓഫ് ഹിസ് ഡിവൈൻ പ്രസൻസ്. ഞാൻ അവരുടെ ഇടയിൽ നടക്കുകയും. ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റ് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ പോകുന്നിടത്ത് ഞാൻ വരും, ഞാൻ നിങ്ങളുടെ കൂടെ നടക്കും, ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുവന്നാക്കും. ഇതെല്ലാം ആ ഇസ്രയേൽ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന നന്മകളെ പറ്റി പറഞ്ഞേക്കുകയാണ്. പ്രിയപ്പെട്ടവര്, ദ പ്രോമിസ് ഓഫ് ഹിസ് പ്രസൻസ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടിയാന്നുള്ളൊരു വാക്യം നമ്മൾ എപ്പോഴും എടുക്കാറുണ്ട്. അത് നമ്മളോടുള്ള ദൈവസാന്നിധ്യം പറയാനായിട്ടുള്ള വാക്യമല്ല. അത് ഡിസിപ്ലിനറി ആക്ഷൻ സഭയിൽ എടുക്കുമ്പോൾ സ്വാർത്ഥ താല്പര്യത്തോടെ എടുക്കരുതെന്ന് പറയാനായിട്ടാണ് ആ വാക്യം അവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് നമ്മളോടുള്ള വാക്തത്വം. അങ്ങനെങ്കിൽ നോക്കി എന്തുകൊണ്ട് ഹോളി ജീവിതം നയിക്കണം? ദ പ്രോമിസ് ഓഫ് ഹിസ് ഡെയിലി ലിവിംഗ് പ്രസൻസ്. അതുകൊണ്ടല്ലേ ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുകയില്ല. കാര്യം ഈജിപ്തിലാണ് താമസിക്കുന്നതെങ്കിലും ഇസ്രയേലിന്റെ ദൈവത്തിന് ഈജിപ്റ്റ് മറവല്ല എന്ന് ജോസഫിന് അറിയാമായിരുന്നു. അതാണ് അതിനകത്തെ കാര്യം. നോക്കി, അങ്ങനെങ്കിൽ ഹാനോക്കും നോഹയൊക്കെ ആ ദൈവസാന്നിധ്യത്തിൽ, ഈ ദൈവസാന്നിധ്യം എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഈ ഫീലിംഗ് ദൈവസാന്നിധ്യത്തിൽ അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ആളല്ല കേട്ടോ. പേഴ്സണലി ഈ സബ്ജക്റ്റീവ് ഫീലിംഗിനേക്കാൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്താലും ഇല്ലെങ്കിലും ദാറ്റ് ഈസ് എ പ്രോമിസ്. എല്ലാവരും കേട്ടോ, അതൊരു പ്രോമിസ് ആണ്. എനിക്ക് ചിലപ്പം ഭയങ്കര ഡ്രൈ ആയിരിക്കും എന്റെ സ്പിരിച്വാലിറ്റി, ഈ മ്യൂസിക്കും പാട്ടും ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ഫീലിംഗ് കിട്ടില്ല. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഫീലിംഗ്. എനിക്കത് പ്രശ്നമല്ല. ഫീലിംഗ് അല്ല വിഷയം, പ്രോമിസ് ഉണ്ട്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ, അതുകൊണ്ട് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് ഡിവൈൻ ഒബ്ജക്റ്റീവ് പ്രോമിസിലാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടത് സബ്ജക്റ്റീവ് ഫീലിംഗിലല്ല. അത് വന്നോട്ടെ വരാതിരുന്നോട്ടെ ഒന്നുമല്ല കാര്യം. ഒബ്ജക്റ്റീവ് ട്രൂത്ത് ആയ തിരുവെഴുത്തി പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നോക്കൂ, രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഹോളിയായിട്ട് ജീവിക്കണം? നമുക്ക് ആ ഒബ്ജക്റ്റീവ് ട്രൂത്ത് അറിയാം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. വാക്യം കണ്ടല്ലോ, ഇത് പറഞ്ഞിട്ടാ പറയുന്നത് ജാതികളിൽ നിന്ന് വേർപെട്ടിരിക്കാൻ. മൂന്നാമത്തേത് അവിടെ തന്നെ ഉണ്ട്. നിങ്ങളെ വാക്യം കണ്ടിന്യൂ ചെയ്ത് വായിച്ചു നോക്കിയേ, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക്. മൂന്നാമത്തെ പ്രോമിസ്, ദ പ്രോമിസ് ഓഫ് ഡിവൈൻ ഓണർഷിപ്പ്. ഞാൻ അവർക്ക് ദൈവം, അവരെനിക്ക് ജനം എന്ന് പറഞ്ഞാൽ എന്താ? അവരെന്റേതാണെന്ന് അതിന്റെ അർത്ഥം. എന്തുകൊണ്ട് ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കണം? എന്തുകൊണ്ട് ഹോളി ആയിട്ട് ജീവിക്കണം? എന്നെ കേൾക്കുന്ന സകല ആളുകളോടും വളരെ പരമാർത്ഥതയോടെ ദൈവവചനത്തിന്റെ ഗ്രഹവിചാരകൻ സ്റ്റിവാർഡ് എന്ന നിലയിൽ പറയാം, ഒരു എക്സ്ക്യൂസും എനിക്ക് നിങ്ങൾക്ക് പറയാനായിട്ടില്ല. ഡിവൈൻ പ്രോമിസ് ഉണ്ട്, ഡിവൈൻ പ്രസൻസ് ഉണ്ട്, ഡിവൈൻ ഓണർഷിപ്പ് ഉണ്ട്. നാം അവന്റേതാണ്, നമ്മളെ അവൻ വിളിച്ചതാണ്, അവനാണ് നമുക്ക് രക്ഷ നൽകിയത്, അവിടുന്നാണ് നമുക്ക് പുതിയ ഹൃദയം നൽകിയത്, അവിടുന്നാണ് നമ്മളെ ഇന്റേണലി വിളിച്ചത്, അവിടുന്നാണ് നമ്മളെ തെരഞ്ഞെടുത്തത്, അവിടുന്നാണ് നമുക്ക് വേണ്ടി മരിച്ചത്, അവിടുന്നാണ് നമ്മുടെ മേൽ നീതി കണക്കിട്ടത്. അതുകൊണ്ട് വി ദ പ്രോമിസ് ഓഫ് divine ownership upon everyone. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വി ബിലോങ് ടു ഗോഡ്. ഇസ്രായേലിനോട് പറയാ, നിങ്ങൾ നോക്കി എത്ര ക്ലിയർ ആയിട്ടാണ് അപ്പോസ്തലൻ ആ ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോമിസ് എടുത്തിട്ട് പുതിയ നിയമസഭയോട് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയാ, ഞാൻ അവർക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും, അതുകൊണ്ട് ഹോളി ആയിരിക്കണം. ഈ 3 കാര്യം കേട്ട, ഡിവൈൻ പ്രോമിസ്, ഡിവൈൻ പ്രസൻസ്, ഡിവൈൻ ഓണർഷിപ്പ്. വി ഓൾ ആർ ബിലോങ് ടു ഗോഡ്. നമ്മൾ കർത്താവിനുള്ളതാണ്. ഇനി 17ാമത്തെ വാക്യം വായിച്ചു, എല്ലാവരും നോക്കി 17ാമത്തെ വാക്യം. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവീൻ. വാക്യം കിട്ടിയോ? ഏതുകൊണ്ട്? ഇത്രയും കാര്യം ഉള്ളത് കൊണ്ട് ജാതികളുടെ ഇടയിൽ നിന്ന്, സമ്മിശ്ര ജാതികളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുവീൻ. ഇതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഇതാണ് വിശുദ്ധ ജീവിതത്തിന്റെ അർത്ഥം.
സെപ്പറേറ്റ് ചെയ്യുവീൻ. എന്നിട്ട് അവർക്ക് മോറൽ ലോസ് കൊടുക്കുകയാണ്. ലോ കൊടുക്കുന്നുണ്ടോ, അശുദ്ധമായതൊന്നും തുടരുത്. അവരെ പ്രാക്ടിക്കലി എങ്ങനെ ആയിരിക്കണം, വേറൊട്ട മാത്രം പോരാ, അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ അശുദ്ധമായതൊന്നും തുടരുത് എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രോമിസ് പറഞ്ഞേക്കാം, അങ്ങനെ നിങ്ങൾ ജീവിക്കുമ്പോൾ എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്, അടുത്ത പദം കണ്ടോ, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്, ഐ വിൽ വെൽക്കം യു, ഞാൻ നിങ്ങളെ സ്വീകരിച്ച്. നാലാമത്തെ പ്രോമിസ് ഇസ്രായേലിനോട് പറയുന്നു, അതേ കാര്യം സഭയോട് എടുത്ത് പോൾ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, ദ പ്രോമിസ് ഓഫ് ഡിവൈൻ അക്സെപ്റ്റൻസ്. We are accepted by the sovereign Lord. എത്ര ഭാഗ്യം നോക്കി. ഞാൻ നിങ്ങളെ കൈക്കൊണ്ടു. ജാതികളായിരുന്ന, കൊള്ളരുതാത്തവരായിരുന്ന, പാപികളായിരുന്ന, ദോഷികളായിരുന്ന, നരകത്തിലേക്കുള്ള ബോർഡും വെച്ച് ഭൂമിയിലേക്ക് ജനിച്ച എന്നെ ദൈവം കൈക്കൊണ്ട്. രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ കൈക്കൊള്ളുന്നതല്ല, മറിച്ച് കർത്താവ് നമ്മളെ കൈക്കൊള്ളുന്നതാണ്. അതാണ് ഇതിനകത്തെ അർത്ഥം എന്നുള്ളത്. നമ്മളെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കൈക്കൊണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ആ പദം കണ്ടോ, നിങ്ങൾ വേർപെട്ടിരിക്കണം, അശുദ്ധമായതൊന്നും തുടരുത്. റീസൺ പറഞ്ഞേക്കുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്, the promise of divine acceptance. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? എത്ര അനുഗ്രഹമല്ലേ തിരുവഴുത്തിന്റെ അർത്ഥം. ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് പിതാവും, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അഞ്ചാമത്തെ കൈക്കൊള്ളുക മാത്രമല്ല, ഒരു പ്രത്യേക പദവിയും കൂടെ നൽകിയേക്കുക. എന്താ പദവി നൽകിയേക്കുന്നത്? ദ പ്രോമിസ് ഓഫ് ഡിവൈൻ റിലേഷൻഷിപ്പ്. എന്താ ഡിവൈൻ റിലേഷൻഷിപ്പ്? ഇനി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, പണ്ട് ഞാൻ ഈ ഡാളസിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളെയൊക്കെ ഇടയ്ക്ക് കാണുമ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ബന്ധമല്ല ഈ ബന്ധം. അങ്ങനെ വല്ലപ്പോഴും എവിടെയോ കണ്ടു മറന്ന ബന്ധമല്ല. ഇത് വളരെ ഡീപ്പാണ്. എന്നാ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും, ഞാൻ നിങ്ങൾക്ക് നിത്യ പിതാവുമായിരിക്കുന്ന പ്രോമിസ് ഓഫ് ഡിവൈൻ റിലേഷൻഷിപ്പ്. പ്രിയപ്പെട്ടവരെ, therefore having these promises beloved, are you following me? Clear? എല്ലാവർക്കും വേദോസം മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ പറഞ്ഞ അതിന്റെ വാക്യത്തിലേക്ക് വരാം. We have divine promises. അതിന്റെ ഏതൊക്കെയാണ്? The promise of divine indwelling, the promise of divine presence, the promise of his ownership, the promise of divine acceptance, the promise of divine relationship. വേറെ എവിടെയോ കണ്ട് മറന്നതല്ല. അവിടുന്ന് എന്റെ പിതാവും നമ്മൾ അവിടുത്തേക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുന്നു എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യാഹുവേ അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ 5 വാഗ്ദത്തങ്ങൾ ശേഷിച്ചിരിക്കുകയാണ്. ഈ 5 വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് വളരെ കൺഫേംഡ് ആയിട്ട് ഒരു ഇമ്പരേറ്റീവ് മൂഡിലാണ് വേഴ്സ് നമ്പർ 1 പറയുന്നത്. ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ ഉത്തരവാദിത്തത്തിലേക്ക് വരികയാണ്. ജഡത്തിലെയും ആത്മാവിലെ. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരവായി ഹൗ ഷാൽ ബി പെർഫെക്റ്റ് ഇൻ ഹോളിനെസ് എന്നത് നമ്മൾ ആദ്യത്തെ ഒന്നാമത്തെ പോയിന്റ് മറന്നു പോകരുത്. വൈ ഷുഡ് ബി ലീവ് ഹോളി ലൈഫ്? എന്തുകൊണ്ട് ജീവിതം ഹോളി ആക്കണം, സെറ്റപ്പാട്ടാക്കണം? 5 പ്രോമിസ് നമുക്കുള്ളത് കൊണ്ട്. Therefore ഈ കാര്യങ്ങൾ നമുക്കുള്ളത് കൊണ്ട് വിശുദ്ധിയെ തികച്ച് ജീവിക്കുക. മോർ ദാൻ സഫിഷ്യന്റ് ടു ലീവ് ഹോളി ലൈഫ്, അല്ലേ? മോർ ദാൻ സഫിഷ്യന്റ്. ആർക്കെങ്കിലും എക്സ്ക്യൂസ് പറയാൻ പറ്റുമോ? എന്തിനാണ് പറയുന്നു? ഈ ബോസ്റ്റൺ റെയിലിൽ ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ ലൈവിലുണ്ടല്ലോ. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒരാൾ പോലും. അതുകൊണ്ട് അയ്യോ മനസ്സിലായില്ലെന്ന് പ്രത്യേകിച്ച് എനിക്ക് സിമ്പിളായിട്ട് പറയാനേ അറിയത്തുള്ളൂ. എന്റെ ചർച്ചക്കാർ എപ്പോഴും പറയും ഞങ്ങളുടെ ഉപദേശിക്ക് സിമ്പിളായിട്ട് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. വളരെ സന്തോഷം. എന്തിനാ അറിയാൻ മേലാതെ ഹാർഡില്ല അങ്ങനെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നത്? എല്ലാവർക്കും മനസ്സിലാവണം. എന്റെ ആഗ്രഹം ബൈബിൾ പ്രസംഗിക്കുമ്പോൾ എന്നാന്നറിയാം, എനിക്ക് മനസ്സിലായതിനേക്കാൾ അല്ലെങ്കിൽ അത്രയെങ്കിലും എന്റെ കർത്താവെ കേൾവിക്കാർക്ക് മനസ്സിലാക്കണമെന്നാണ്. അതുകൊണ്ട് ബോസ്റ്റൺ ലൈനിലെ എല്ലാവരും 5 പ്രോമിസ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളി. ഈ 5 കാര്യം പറഞ്ഞിട്ടാണ് ഇസ്രായേലിനോട് വിശുദ്ധിയിൽ തികയ്ക്കാനായിട്ട് പറഞ്ഞത്. അങ്ങനെ വിശുദ്ധിയിൽ തികച്ച് ജീവിച്ചവരുടെ കാര്യമാണ് നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അവരെല്ലാം ഓട്ടം ഓടി തീർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവരെല്ലാം ഈ പ്രോമിസിന്റെ ബേസിൽ, അതിന്റെ ഗ്രേസിൽ ഓടി തീർത്തവരാണ്. നോക്കൂ അടുത്ത കാര്യം, ഹൗ ഷാൽ ബി പെർഫെക്റ്റ് ഇൻ ഹോളിനെസ്. അവിടുത്തെ പ്രയോഗം കണ്ടോ? പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് എല്ലാവർക്കും കിട്ടില്ല. അടുത്ത ലൈൻ, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. ആ പ്രയോഗം കണ്ടോ? ഇംഗ്ലീഷിൽ വായിക്കുന്നത് let us cleanse ourselves from all defilement of flesh and spirit. Cleanse ourselves. അല്പം മുമ്പ് ഞാൻ പറഞ്ഞ പദം ഇത് സജഷൻ അല്ല,
ഓപ്ഷൻ അല്ല, ഇത് കമാൻഡാണ്, അപ്പോസ്റ്റോലിക് കമാൻഡാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അതേ അതോറിറ്റി ആയിരുന്നു അപ്പോസ്തലന്മാർ അന്ന് പറഞ്ഞപ്പോൾ സഭ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് മാനുഷികമല്ല. ഒരുവൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ തോന്നുന്നെങ്കിൽ ഞങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മാനുഷിക വാക്കുകളായിട്ടല്ല, ദൈവത്തിന്റെ കൽപ്പനയായിട്ട് തന്നെ കൈക്കൊണ്ടു. വാക്യങ്ങൾ എങ്ങനെ കിടക്കുന്നെന്ന് മനസ്സിലാവുന്നോ? തിരുവെഴുത്തിനെ അവരെങ്ങനാണ് വാലുവേറ്റ് ചെയ്തത്? വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവായി മൊഴിഞ്ഞരുളി ചെയ്ത് അതേ വെയിറ്റിലാണ് അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യത്തെ ഏർലി സഭ റിസീവ് ചെയ്തത്. അതുകൊണ്ട് റെഡ് ലെറ്റർ ബൈബിള് അല്ലെങ്കിൽ റെഡ് ലെറ്റർ ബൈബിൾ ആണെങ്കിൽ ഓൾ ന്യൂ ടെസ്റ്റ്മെന്റ് ഓൾഡ് ടെസ്റ്റ്മെന്റ് റെഡ് ലെറ്റർ ആക്കണം, എന്നാലാണ് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. എവരി വേർഡ്സ് ഓഫ് ദ ബൈബിൾ ഈസ് ഈക്വലി ഇൻസ്പയർഡ് എന്ന കാര്യം നമ്മുടെ മനസ്സിൽ ആരംഭത്തിൽ തന്നെ ഉണ്ടാകണം. നോക്കൂ, ഇവിടെ നീക്കുക എന്നൊരു പദം കണ്ടോ? നീക്കുക എന്ന വാക്കിന് അതിന്റെ അർത്ഥം ഒരു ഡെലിബറേറ്റ് എഫോർട്ട് എന്നാണ്. ഡെലിബറേറ്റ്, വളരെ നിശ്ചയദാർഢ്യത്തോടെ തീരുമാനിച്ചുറച്ച് അതിന് നീക്കണം. അത് നമ്മുടെ സ്വന്തം ശക്തി കഴിയില്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അത് ഓൾ ബൈബിൾ വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നേ. നമ്മൾ ഹോളിയായിട്ട് ജീവിക്കുന്നത് ഒരു മനുഷ്യനും ആകാശത്തിന്റെ കീഴിൽ ആർക്കും അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ഓൺലി ബൈ ഗ്രേസ് ആൻഡ് ഗ്രേസ് അലോൺ. കർത്താവിന്റെ കരുണ കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടല്ലേ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 12 and 13 വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 12 and 13 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധമായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം തരുന്നതും അങ്ങനെ ജീവിക്കാനായിട്ട് എനിക്ക് കൃപ നൽകുന്നതും ദൈവമല്ലോ. എന്നിട്ട് 13ാമത്തെ വാക്യം പറഞ്ഞേക്കുകയാണ്, രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. അത് വർക്ക് ഫോർ സാൽവേഷൻ അല്ല, വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷ അനുദിന ജീവിതത്തിൽ പ്രവൃത്തിയിൽ കാണിപ്പീൻ. കണ്ടോ, ദൈവത്തിന്റെ ഡിവൈൻ അതോറിറ്റിയും എന്റെ റെസ്പോൺസിബിലിറ്റിയും ഒരുപോലാണ് പറഞ്ഞേക്കുന്നത്. കർത്താവാണ് എന്നെ ക്ലെൻസ് ചെയ്യുന്നത്, പക്ഷേ ക്ലെൻസ് ചെയ്യപ്പെടേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്, അനുസരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഡൂവൽ ട്രൂത്ത് വേദപുസ്തകത്തിനകത്ത് ഒരുപോലെയാണ് പോകുന്നത്. ദൈവത്തിന്റെ സോവർണിറ്റിയും മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയും. നോക്കിയേ, സകല കൺമഷവും നീക്കി. എന്താ കൺമഷം? എനിത്തിങ് ദാറ്റ് ഡിഫൈൽസ് യു, എനിത്തിങ് ദാറ്റ് മേക്ക് യു അൺഹോളി, എനിത്തിങ് ദാറ്റ് പൊല്യൂട്ട് യു. നമ്മളെ പൊല്യൂട്ട് ചെയ്യുന്ന, നമ്മളെ ഡിഫൈൽ ചെയ്യുന്ന, നമ്മളെ അൺഹോളി ആക്കുന്ന, നമ്മളെ മലിനപ്പെടുത്തുന്ന, നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന എല്ലാറ്റിനെയും കൂടെ വേദപുസ്തകം വിളിച്ചേക്കുന്ന പേരാണ് കൺമഷം. കിട്ടിയോ? എന്റെ ബ്രദറെ, എന്റെ ഉപദേശി, ഈ കൺമഷം ഒന്ന് ആദ്യം വായിച്ചപ്പോൾ മനസ്സിലായില്ല. ഇനി മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. എനിത്തിങ് ദാറ്റ് ഡിഫൈൽസ് യു, എനിത്തിങ് ദാറ്റ് മേക്ക് യു അൺഹോളി, എനിത്തിങ് ദാറ്റ് പൊല്യൂട്ട് യു. നമ്മളെ അശുദ്ധമാക്കുന്ന, മലിനമാക്കുന്ന, കർത്താവിൽ നിന്ന് അകറ്റുന്ന എല്ലാ കാര്യത്തെയും ഓൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഈ കൺമഷം എന്നുള്ള പദം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒറ്റ വാക്കിലുള്ളൂ കേട്ടോ. ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു വാക്ക് ഇവിടെ വന്നേക്കുന്നത്. ഓള് ഒറ്റ പദം കൊണ്ട് ആ എൻ്റെ മീനിങ് അവിടെ കൊണ്ടുവന്ന കാര്യം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമായിരുന്നല്ലോ തന്നെ കൊണ്ട് ആ കാര്യങ്ങളെല്ലാം എഴുതിച്ചത്. സ്വന്തം ശക്തിയിൽ സാധിക്കില്ല, ദൈവശക്തിയിൽ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വി ഓൾ ഓഫ് us know that what is defiles us. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ഡിഫൈൽ ചെയ്യുന്ന കാര്യം എന്നാന്നുള്ള കാര്യം. നോക്കൂ, നമ്മുടെ സമയം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോവാണ് അല്ലേ? നമ്മൾ വാക്യത്തിന്റെ ഹാഫ് എത്തിയതുള്ളൂ. ഇവിടെ ഒരു സമയമുണ്ട്, അവസാന എക്സാമ്പിൾ പറയാം. നോക്കി, ഇവിടെ ജഡത്തിലെ ആത്മാവിൽ എന്ന് പറയുമ്പോൾ ചെറിയ വിശദീകരണം പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇവിടെ ഈ കൊരിന്ത്യൻ പട്ടണത്തിന്റെ പ്രത്യേകത ഉണ്ട്. എന്താ പറയുമ്പോൾ അവിടെ ഒത്തിരി ഇമ്മോറാലിറ്റി ഒക്കെ നിറഞ്ഞ വളരെ മ്ലേച്ഛമായിട്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അവിടെ നിന്നാണ് ചില ആളുകൾ രക്ഷയിലേക്ക് വന്നു. രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും ആ പുറത്തെ ജീവിതം ഇവരിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറുന്നില്ല. ഈ സൊസൈറ്റി ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. നമ്മള് ഫസ്റ്റ് കൊരിന്ത്യൻസ് 15 വായിക്കുന്നത്, ബാഡ് കമ്പനീസ് കറപ്റ്റ് ഗുഡ് ഹാബിറ്റ് വായിക്കുന്നില്ലേ? NIV ആണ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. നോക്കൂ, ഈ കൊരിന്തിലെ മ്ലേച്ഛത അപ്പോസ്റ്റേറ്റ് ആയിട്ടുള്ള വിശ്വാസികളിലൂടെ അകത്തേക്ക് വരാനായിട്ട് തുടങ്ങി. ആ പദങ്ങളൊക്കെ വളരെ കെയർഫുൾ ആകേണ്ടതാണ്. അങ്ങനെ വന്നപ്പം അതുകൊണ്ട് ഫസ്റ്റ് കൊരിന്ത്യൻസിൽ പോൾ പറയുന്നുണ്ട്, കർത്താവിന്റെ മേശയുടെ കാര്യം പറയും, ഭൂതങ്ങളുടെ മേശയ്ക്കും കർത്താവിന്റെ മേശയ്ക്കും നമ്മൾ ഒരു ബന്ധമില്ല. ഇവിടെ നമ്മൾ വായിച്ചതിനകത്ത് അവിശ്വാസികൾക്ക് വിശ്വാസികളോട് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അവിശ്വാസികളോട് എന്ത് ബന്ധം? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? ഒന്നുമില്ല. ഇത് സെപ്പറേറ്റ് കൈൻഡ് ആണ്.
അവരും അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ. ഇത് വെരി വെരി ഡിഫറെന്റ്, വെരി സ്പെഷ്യൽ. ഇത് കർത്താവിന്റെ ഓണർഷിപ്പിന് കീഴിലുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് പറയുന്നത്, ജഡത്തിലെയും ആത്മാവിലെയും സകല ഡിഫൈൽമെന്റും ഡെലിബറേറ്റ് എഫോർട്ടായിട്ട് നീക്കണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ജഡത്തിലെ പാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വാട്ട് വി ഡു, നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപം. ആത്മാവിലെ പാപം, അത് സിൻ, സോൾ എന്നും സ്പിരിറ്റ് എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രയാസമാണ്, കാരണം അത് ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കൂ, ഒന്ന് പ്രവൃത്തിയിലെ തെറ്റാണെങ്കിൽ, രണ്ട് ഇന്റേണൽ സിന്നാണ്. മനസ്സിലാവുന്ന രണ്ട് കാര്യം. പ്രവൃത്തിയിലെ സിന്നാണെങ്കിൽ ഇന്റേണൽ സിന്നാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 10 കൽപ്പന നമുക്ക് എല്ലാവർക്കും അറിയാം. 10 കൽപ്പന, പണ്ടൊരാൾ ചോദിച്ചാൽ 10 കൽപ്പന എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ 9 ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 10 കൽപ്പന. 10 കൽപ്പനയിൽ 10ാമത്തെ കൽപ്പന ഏതാണെന്ന് അറിയാമോ? ഡു നോട്ട് കവറ്റ്, അല്ലെ? മോഹിക്കരുത്. അതാണ് 10ാമത്തെ കൽപ്പന. 9 കാര്യം. ആദ്യത്തെ 9 കൽപ്പന, ഫസ്റ്റ് 9 കമാൻഡ്സ്. ഞാനല്ലാതെ വേറെ ദൈവം ഉണ്ടാകരുത്, അങ്ങനെ വരുന്ന 10 കൽപ്പന. മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കൊലപാതകം ചെയ്യരുത്, ഇങ്ങനെ വരുന്ന 10 കൽപ്പന. 10 കൽപ്പനയിൽ 9 എണ്ണം. ഈ 9 എണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാം തന്നെ ഒരാൾ വയലേറ്റ് ചെയ്താൽ കണ്ടുപിടിക്കാം. ആദ്യത്തെ 9 എണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വയലേറ്റ് ചെയ്താൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒക്കെ അറിയാം. പക്ഷേ 10ാമത്തേത് ഡു നോട്ട് കവറ്റ് എന്നുള്ളത് വയലേറ്റ് ചെയ്താൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് കാര്യം ആ വ്യക്തിക്ക് മാത്രം അറിയത്തുള്ളൂ, അല്ലേ? പുറമേ കാണത്തില്ല. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞ കാര്യം. ആദ്യത്തെ 9 എണ്ണം വയലേറ്റ് ചെയ്താൽ കണ്ടുപിടിക്കാം. അത് ഞാൻ ഇങ്ങനെ ഈ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ജഡത്തിലെ വാട്ട് വി ഡു വയലേറ്റ് ചെയ്താൽ കണ്ടുപിടിക്കാം. 10ാമത്തെ വയലേറ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ഇനി എന്റെ ചോദ്യം, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഒരാൾ റിയലി ഹോളി ആണെങ്കിൽ, ഒരാള് ട്രാൻസ്ഫോംഡ് ലൈഫ് ആണെങ്കിൽ, സാന്റിഫൈഡ് ലൈഫ് ആണെങ്കിൽ 9 എണ്ണം അനുസരിച്ചാൽ പോരാ, 10ാമത്തേത് അനുസരിക്കണം. മനസ്സിലാവുന്നു? ക്ലിയർ? അങ്ങനെങ്കിൽ വെരി സിമ്പിൾ ആയിട്ട് ജഡത്തിലെ ആത്മാവിലെയും കൺമഷ നീക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ. ഒരുത്തരെ പുറമേ മനുഷ്യർക്ക് കാണാവുന്നത് നീക്കണം, മറ്റാർക്കും കാണാൻ പറ്റില്ല, ദൈവത്തിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ അത് നീക്കണം ജഡത്തിൽ. പക്ഷേ നമുക്ക് ഡിഫൈൽമെന്റ് ഇൻ ദ ബോഡി, അത് നമ്മൾ എല്ലാവരും തന്നെ പൊതുവെ ശ്രദ്ധിക്കുന്നതാണ്. ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മള് പ്രോഡിഗൽ സണ്ണിന്റെ ആ പാരബിള് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞപ്പോ പ്രോഡിഗൽ സണ്ണിനെ പറ്റി ചേട്ടൻ പറഞ്ഞൊരു കാര്യം, അവന് ദൂരദേശത്ത് പോയി അധാർമികത ജീവിതം നയിച്ച് അപ്പന്റെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ചെന്ന് പറയുന്നുണ്ട്, അല്ലേ? അതാണ് വാസ്തവത്തിൽ ഡിഫൈൽമെന്റ് ഇൻ ബോഡി. പുറത്ത് കണ്ടുപിടിക്കാം. പക്ഷേ ഇത് പറയുന്ന മൂത്ത ജ്യേഷ്ഠൻ, ഇത് പാരസിക് റിലീജിയന്റെ കാര്യമാണ് കർത്താവ് അവിടെ പറഞ്ഞു വരുന്നത്. യഹൂദൻ നിന്നെ ഈ യഹൂദന്മാര് ഈ ചേട്ടനെ സാദൃശ്യപ്പെടുത്തിയാണ് നമ്മുടെ കർത്താവ് അത് പറയുന്നത്. നോക്കൂ, ഇവിടെ രണ്ടാമത്തെ കാര്യം, ഈ ചേട്ടനുണ്ടല്ലോ, പുറത്തു പോയില്ല, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ ഇവന്റെ ഹൃദയത്തിനകത്ത് അസൂയ, എൻവി എല്ലാം ഉണ്ട്. അതാണ് സിൻ ഇൻ ദ സ്പിരിറ്റ്. ക്ലിയർ? ക്ലിയർ? മനസ്സിലാവുന്നോ? ഒന്ന് പുറത്തും ഒന്നകത്തും. പോൾ പറയാണ്, സഹോദരന്മാരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷവും ഡെലിബറേറ്റ് ആയിട്ട് നീക്കണം. മനുഷ്യൻ കാണുന്നത് മാത്രം നീക്കിയാൽ പോരാ. ആർ വി റിയലി കോൺഷ്യസ് അബൌട്ട് ഇന്റേണൽ സിൻ? വളരെ സീരിയസ് ആയ കാര്യമാണ്. ആർക്കും മോഹിച്ചാൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് കാണാൻ പറ്റും എന്ന കാര്യം മറക്കരുത്. ഹൗ മെനി ഓഫ് യു ആർ സീരിയസ് അബൌട്ട് ഡിഫൈൻമെന്റ് ഇൻ ദ സ്പിരിറ്റ്, in the soul, in the area of covetousness? കയ്പ് ഹൃദയത്തിൽ ഇല്ലാത്ത എത്ര പേരുണ്ട് അമേരിക്കയിൽ? അസൂയ ഇല്ലാത്ത എത്ര? ഈ നമ്മൾ ഓർക്കുന്ന ഇപ്പോൾ ഒരാള് ഒരു മാൻഷൻ മേടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് അസൂയ, അവൻ അന്നാലത് മേടിച്ചല്ലോ. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ അങ്ങനെ ഈ അസൂയ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവന്റെ വീട് എന്താ പറയാ, ഇവിടുത്തെ ഈ സ്നോ സ്റ്റോം എല്ലാം ഒന്ന് പോകുന്ന നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാ ഈ അസൂയ എല്ലാം പിടിച്ച്? പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്നറിയാം, അവന്റെ വീടിനൊന്നും പറ്റുകയില്ല. നമ്മൾ ഇങ്ങനെ ഉരുകി തീർന്നുകൊണ്ടിരിക്കുക അസൂയ പിടിച്ച്. അവിടെ ചെയ്യരുത്. വായിക്കുന്നില്ലേ നമ്മള് അസൂയ അസ്ഥിക്ക് ദ്രവത്വം എന്നാണ് നമ്മൾ പ്രോവർബിൽ വായിക്കുന്നത്, റൈറ്റ്? അങ്ങനെ ഒരു വാക്യമുണ്ട്, 14:30, 14:30 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അസൂയ അസ്ഥിക്ക് ദ്രവത്വം. ഇതെല്ലാം ഇന്റേണൽ സിന്നാണ്. എൻവി ഇന്റേണൽ സിന്നാണ്. ആംഗർ ഇന്റേണൽ സിന്നാണ്. കോപം ഇന്റേണൽ സിന്നാണ്. നോക്കൂ, ശരീരം കൊണ്ട് നമ്മൾ അങ്ങനെ അധികം ചെയ്യാറില്ല. അത് നമ്മൾ വളരെ ദൈവഭയം നിമിത്തമല്ല, ചിലപ്പോൾ മനുഷ്യനെ പഠിച്ചായിരിക്കും നമ്മൾ പലതും ചെയ്യാത്തത്. പക്ഷേ എന്നാൽ ദൈവത്തിന് അതിനേക്കാൾ അതുപോലെ തന്നെ പ്രാധാന്യതയാണ് ഇന്റേണൽ സിൻ. ഒരു ശുശ്രൂഷകൻ, ഒരു ഭക്തൻ, ഈ രാജ്യത്തെ ഒരു ദൈവദാസൻ പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മുടെ ദൈവത്തിന് ഏറ്റവും വലിയ പ്രശ്നം അവിശ്വാസികളുടെ പാപം അല്ല, വിശ്വാസികളുടെ പാപമാണ്.
അതിനിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, ഗോഡ്സ് ഗ്രേറ്റ് പ്രോബ്ലം ടുഡേ ഈസ് നോട്ട് ദാറ്റ് സിന്നേഴ്സ് ആർ സിന്നിങ്, ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ടുഡേ ഈസ് ദാറ്റ് സെയിൻസ് ആർ സിന്നിങ്. സിന്നേഴ്സ് ആർ സിന്നിങ് എന്നുള്ളത് വലിയ കാര്യമല്ല, പിന്നെ അവരെന്നാ ചെയ്യാനാണ്. പക്ഷെ സെയിൻസ് ആർ സിന്നിങ് എന്നുള്ളത് വെരി സീരിയസ് ആണ്. നീക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ഡെലിബറേറ്റ് ആക്ഷൻ. വളരെ മനഃപൂർവ്വമായിട്ട് ഡെലിബറേറ്റ് ആക്ഷൻ നമ്മുടെ അകത്തുണ്ടായിരിക്കണം. സിമ്പിൾ എക്സാമ്പിൾ, ദാനിയേൽ പറഞ്ഞില്ലേ, രാജാവിന്റെ ഭോജനം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഡെലിബറേറ്റ് ആക്ഷൻ. അതന്നെ, രാജാവിന്റെ ഫുഡിന് രുചിയില്ലാഞ്ഞുകൊണ്ടാണോ? അല്ലല്ലോ, രാജാവിന്റെ ഫുഡ് നല്ലതായിരുന്നു. പക്ഷെ ഡെലിബറേറ്റ് ആക്ഷനിലൂടെ ദാനിയേൽ അത് ചെയ്യാൻ കാര്യം, തനിക്ക് ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് ഡയറ്ററി ലോ ഉണ്ടായിരുന്നു, അത് കഴിക്കാൻ പാടില്ല. അത് ഹൃദയത്തിൽ തീരുമാനിച്ചു. ഫുഡിന് രുചിയില്ലാത്തല്ല കാര്യം. ദാനിയേൽ determination not to defile himself by the food providing by king or the palace. Daniel made up his mind that he would not defile himself. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം സേവിക്കുന്ന ദൈവം ഹോളി ആകിയാൽ വളരെ സൂക്ഷിച്ച് ജീവിക്കണം. പാപം വന്നാൽ അന്ന് തന്നെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് രാത്രി കിടക്കാനായിട്ട് പോകാവുള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കർത്താവാണ് നമ്മളെ സൂക്ഷിക്കുന്നത്, ആബ്സല്യൂട്ട്ലി കർത്താവാണ് സൂക്ഷിക്കുന്നത്. പക്ഷെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ദാറ്റ് ഇസ് ഡുവൽ ട്രൂത്ത്. ആ ഡുവൽ ട്രൂത്ത് ഒരിക്കലും നമുക്ക് നമ്മുടെ ഈ ചെറിയ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഡുവൽ ട്രൂത്ത്, കർത്താവാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. എക്സാമ്പിൾ പറയാം, കോവിഡ് വന്നപ്പം നമ്മളെല്ലാം മാസ്ക് കെട്ടിയെന്നല്ലേ. പക്ഷെ മാസ്ക് കെട്ടിയ നമ്മുടെ പല സഹോദരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അതിനവർ മാസ്ക് കെട്ടാത്തതാണോ? അല്ല, കർത്താവാണ് കോവിഡ് നമ്മളെ സൂക്ഷിച്ചത്. പക്ഷെ മാസ്ക് കെട്ടണം. മനസ്സിലാവുന്നു? ആ ഡുവൽ ട്രൂത്ത് മനസ്സിലാവുന്നു? മാസ്ക് കെട്ടണം, പക്ഷെ കർത്താവാണ് നമ്മളെ സൂക്ഷിച്ചത്. നമ്മളെല്ലാവരും വണ്ടി മൈൽസ് കണക്കിന് ദിവസം ഓടിക്കുന്നവരാണ്. നമ്മൾ രാവിലെ പ്രാർത്ഥിക്കും, കർത്താവെ സൂക്ഷിക്കണം വണ്ടി ഓടിക്കുമ്പോൾ. പക്ഷെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും ലൈൻ തെറ്റി വണ്ടി ഓടിക്കല. സൂക്ഷിക്കണം. നമ്മള് കമ്പ്യൂട്ടർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത വന്നു കഴിഞ്ഞാൽ ഗബ്രിയേൽ വന്ന് ഓഫ് ചെയ്യത്തില്ല, നമ്മൾ ഓഫ് ചെയ്യണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു, നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നു. ദാറ്റ് ഇസ് എ ഡുവൽ ട്രൂത്ത്. യൂദായുടെ ലേഖനം, വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ, അങ്ങനല്ലേ വായിക്കുന്നത്, വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച്. എന്നാൽ 1 John 5:18 എങ്ങനെ വായിക്കുന്ന അറിയുമ്പോൾ 1 John 5:18 വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ചെന്നാണ് നമ്മൾ യൂദായിൽ വായിക്കുന്നത്. എന്നാൽ ഒരു ഒറ്റ പേജ് ഇങ്ങോട്ട് മറിച്ച് നോക്കി, ഒരു ഒറ്റ പേജ് ഇങ്ങോട്ട് മറിച്ചാല് 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ, ആ വാർദ്ധിക്കാൻ ചെന്ന പ്രായം ചെന്ന അപ്പച്ചൻ, ഇങ്ങനെയാണ് 18-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുകയില്ല. കണ്ടോ, കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. ഹി കീപ് അപ്പ് ഹിംസെൽഫ്. ദുഷ്ടൻ തൊടാതിരിക്കാൻ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ദുഷ്ടൻ തൊടാതിരിക്കാൻ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. നോക്കിയേ, നമ്മുടെ കർത്താവ് പറഞ്ഞ വളരെ ഗൗരവമേറിയ ഒരു കാര്യമുണ്ട്. വളരെ ഗൗരവമേറിയ കാര്യം, നിങ്ങളുടെ വലങ്കൈ നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ എന്നാ, ആ വലങ്കൈ മുറിച്ചു കളയണം. നിങ്ങളുടെ വലങ്കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ ആ വലങ്കണ്ണിനെ നിങ്ങൾ ചൂഴ്ന്നു കളയണം. അയ്യോ, എന്നാ സീരിയസ് അല്ലേ? അതിന്റെ അർത്ഥം ലിറ്ററലാണോ? അയ്യോ, അങ്ങനെങ്കിൽ എനിക്കൊന്നും കൈ കാണുകയല്ല, കണ്ണൊന്നും കാണുകയല്ല. നമ്മുടെ ഷേപ്പ് നല്ല ചോദിക്കും. ലിറ്ററൽ അല്ല അതിന്റെ അർത്ഥം, അതിനേക്കാൾ സീരിയസ് ആണ്. എന്ന് പറഞ്ഞാൽ വലങ്കൈ ഇടർച്ച വരുത്തുന്നെങ്കിൽ വലങ്കൈ മുറിച്ചു കളയാം. പക്ഷെ അന്നേരം ഇടം കൈ ഉണ്ടല്ലോ. വലങ്കണ്ണ് ഇടർച്ച വരുത്തിയാൽ ഇത് ചൂട് കളയാം, അന്നേരം ഇടത്തെ കണ്ണുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്നാ? അതൊരു ആ ലാംഗ്വേജ്, ജീസസ് വാസ് യൂസിങ് ദ ഗ്രാഫിക് ഹൈപ്പർബോൾ ടു ഡെമോൺസ്ട്രേറ്റ് ദ സീരിയസ്നെസ് ഓഫ് സിൻ. പാപം എത്ര ഗൗരവമാണെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നേ, കൈ മുറിച്ചു കളയണം, കണ്ണ് ചൂഴ്ന്നു കളയണം. പ്രിയപ്പെട്ടവരെ, പക്ഷെ ഇന്നത്തെ നമ്മുടെ പ്രസംഗം എന്നാന്നറിയാം, ഈ ഗോഡ് ഈസ് ലവ് കേട്ട് ഞാൻ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ട്. കർത്താവ് പറഞ്ഞത് വലങ്കൈ ഇടർച്ച വരുത്തുന്നെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണണമെന്നല്ല, ആണോ? അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? വലങ്കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ ഇന്ന് തന്നെ ഒഫ്താൽമോളജിസ്റ്റിനെ കാണണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. അത് മുറിച്ചു കളയണം. അതിന്റെ സിമ്പിൾ അർത്ഥം എന്നാന്നറിയാമോ? അതിന്റെ അർത്ഥം ഡിക്ലെയർ വാർ അഗെയിൻസ്റ്റ് എനിത്തിങ് ദാറ്റ് ലീഡ്സ് യു ടു സിൻ.
പാപത്തിലേക്ക് എന്നെ നയിക്കുന്ന എല്ലാറ്റിനെയും ഞാൻ അതിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം. പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കണം. എന്ത് വില കൊടുത്താണേലും അതിനെ മുറിച്ചു കളയണം. ഏണസ്റ്റ് ആയിട്ട് ഇടത്തെ കണ്ണാണേലും വലത്തെ കണ്ണാണെങ്കിലും ഇടത്തെ കൈയാണേലും വലത്തെ കൈയാണേലും അതിനോട് വളരെ യുദ്ധം പ്രഖ്യാപിക്കണം. You should be so earnest in your pursuit of holiness that you would rather lose your hand than commit sin with your hand. Praise Lord. കൈ പോകുന്നതിനേക്കാൾ നല്ലത് കൈ പോയാലും പാപം ചെയ്യാതെ ജീവിക്കുന്നതാണ്. നമ്മുടെ വിശുദ്ധിക്കായിട്ടുള്ള ആഗ്രഹം അത്രയും ഉയർന്നതായിരിക്കണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നോ? അത്രയും ഉയർന്നതായിരിക്കണം. കൈ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പാപം ചെയ്യില്ല എന്നതാണ് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കുക എന്നതിന്റെ അർത്ഥം. എത്ര ശ്രദ്ധയോടെ ജീവിക്കണം, എത്ര ശ്രദ്ധയോടെ ജീവിക്കണം. 1-2 വാക്കുകൾ അതിനകത്തുണ്ട്. 5 മിനിറ്റോടെ എനിക്കുണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് നോക്കൂ. ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു ഫോറസ്റ്റിലേക്ക് നടന്നു പോയപ്പം തന്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. പോകരുത്, കാരണം അവിടെ വൈൽഡ് ആനിമൽ ഉണ്ട്, പോകരുതെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുള്ള സ്റ്റോറി ആയിരിക്കാം. പക്ഷെ ഇവൻ പോയി. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു സിംഹം, കഥയാണ് കേട്ടോ, വെറും സ്റ്റോറിയാണ്, കഥയിൽ ചോദ്യമില്ല. ഒരു സിംഹം ഓടി വന്നു. ഇവൻ പേടിച്ചു, എന്നെ പത്തിനും. ഇവൻ അവിടെ പ്രാർത്ഥിച്ചു, ഇത് ഓടി വരുന്ന കണ്ടുകൊണ്ട്. ഇവൻ കണ്ണ് ഓർന്ന് നോക്കിയപ്പം തന്റെ മുന്നിലേക്ക് ഓടി വന്ന സിംഹം അവിടെ മുട്ട കുത്തി പ്രാർത്ഥിക്കുക. ഇവൻ പ്രാർത്ഥിച്ചത് എന്നെ രക്ഷിക്കണമെന്നാണ്, പക്ഷെ സിംഹം പ്രാർത്ഥിച്ചത് തന്ന ആഹാരത്തിനായിട്ട് സ്തോത്രം എന്നാണ്. കേട്ടോ ഞാൻ പറഞ്ഞത്? നാം തെറ്റായ വഴിയിൽ പോയാൽ സിംഹത്തിന് നമ്മളെ പിടിക്കാൻ എളുപ്പമായിരിക്കും, പിശാചിന് നമ്മളെ പിടിക്കാൻ എളുപ്പമായിരിക്കും. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പിൻ. നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് കാത്ത് ചുറ്റി നടക്കുകയാണ്. നമ്മളൊക്കെ ഒരു വീട്ടിൽ ചെന്ന മെയിൻ ഡോർ അപ്പോയിന്റ്മെന്റ് എടുത്തല്ല വരുന്നത്. അവൻ അപ്പോയിന്റ്മെന്റ് എടുക്കില്ല. മെയിൻ റോഡിൽ കിടയും ഡോറിൽ കിടയും വരികയില്ല. ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. ഒരു പ്രതിയോഗി നമുക്കുണ്ട്, വളരെ സൂക്ഷിക്കണം. പിശാചിന് ഇടം കൊടുക്കരുത്. ക്ഷമയായിട്ട് ബന്ധപ്പെട്ടാണ് വായിക്കുന്നത്. സ്പേസ് കൊടുക്കരുത് എന്ന് വളരെ കൃത്യമായിട്ട്. അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ എന്നാണ് വായിക്കുന്നത്. ഇനി 2 പദങ്ങളുടെ വാക്യത്തിനകത്തുണ്ട്. ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷൻ പോക്കി നമ്മെ തന്നെ വെടിപ്പാക്കി, ഡെലിബറേറ്റ് എഫോർട്ട്, വെടിപ്പാക്കി ദൈവഭയത്തിൽ. ദൈവഭയത്തിൽ എന്താ ദൈവഭയം? അത് ഇറ്റ് ഈസ് റിലേഷണൽ ഫിയർ റൂട്ടഡ് ഇൻ ലവ്. അതാണ് അതിന്റെ അർത്ഥം. ആ മേളി പറഞ്ഞില്ലേ, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് പിതാവുമായിരിക്കും. ആ അപ്പൻ മക്കൾ ബന്ധത്തിലുള്ള ആ റിലേഷണൽ ഫിയർ, പ്രൈസ് ദി ലോർഡ്. അല്ലാതെ എന്താ പറയാ, ആ ഡ്രെഡ് ഫിയർ അല്ല, പേടിക്കുന്ന ഭയപ്പെടുത്തുന്ന ഫിയർ അല്ല. അപ്പൻ മക്കൾ എന്ന ബന്ധത്തിലെ ആ റിലേഷണൽ ഫിയർ, ദൈവഭയത്തിൽ. കർത്താവിനെ കാണുന്നു, കർത്താവിനെ അറിയുന്നു, അവനെ ഒളിച്ച് എനിക്ക് എങ്ങും പോകാൻ കഴിയത്തില്ല, അവിടുന്ന് ഒമിനീഷ്യന്റ് ആണ്, ഒമിനി പ്രസന്റ് ആണ്, ആ ഡിവൈൻ ആട്രിബ്യൂട്ട്സിനെ പറ്റിയുള്ള ആ പരിജ്ഞാനം, ദൈവഭയം. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് അതിനെ ഇങ്ങനെ പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണനാകുക. ആ പെർഫെക്റ്റിംഗ് ഹോളിനെസ്, പെർഫെക്റ്റിംഗ് ഹോളിനെസ്. മനോഹരമായിട്ട് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു ബാക്കി ഫിലിപ്പിലെ ഇതിനകത്തുണ്ട്. പിടിക്കാമോ എന്ന് വെച്ച് ഞാനും ആ പരമവിളിയുടെ ലാക്കിലേക്ക് പിന്തുടരുന്നേ ഉള്ളൂ. മനസ്സിലാവുന്നോ? പെർഫെക്റ്റിംഗ് holiness. I pursue the goal of the prize of the upward call. പരമവിളിയുടെ ലാക്കിലേക്ക് ഞാനും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ സാക്ഷികൾ, ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമ്മുടെ കർത്താവിനെ നോക്കി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതാണ് വിശുദ്ധിയെ തികയ്ക്കുക. അവൻ പ്രത്യക്ഷനാകുമ്പോൾ കുഞ്ഞുങ്ങളെ നാം എന്താകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവിടുന്ന് നമ്മുടെ നാഥൻ വരുമ്പോൾ നാം അവനിരിക്കുമ്പോൾ തന്നെ അവനെ കാണേണ്ടതാകൊണ്ട് we will be like him. Praise the Lord. എന്റെ വാക്കുകളെ നിർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ദൈവഭയത്തിൽ സുവിശേഷം നമ്മളെ വിളിച്ചിരിക്കുന്നത് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, നാം അവന്റെ തേജസ് പ്രാപിപ്പാനല്ലോ അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദിസ് ഈസ് അവർ പർസ്യൂട്ട്. ഇതാണ് നമ്മുടെ ഗോൾ. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇടയ്ക്ക് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ദിസ് ഈസ് നോട്ട് ഓപ്ഷണൽ, ദിസ് ഈസ് നോട്ട്
സജഷൻ. ദിസ് ഈസ് ഇമ്പരേറ്റീവ് കമാൻഡ്, അപ്പോസ്തോലിക് കമാൻഡ്. നാം വിശുദ്ധിയെ തികയ്ക്കുന്നില്ലെങ്കിൽ വളരെ നഷ്ടങ്ങൾ നമുക്കുണ്ടാവും. പിന്നീട് എപ്പോഴും ഞാൻ ആ കാര്യം കൂടി ഒരു സന്ദേശമായിട്ട് നിങ്ങളോട് പറയാം. വിശുദ്ധിയെ തികച്ച് ദൈവകൃപയ്ക്ക് വേണ്ടി മാത്രം യാചിച്ച് കൃപ നൽകണേ കർത്താവെ, വേഗം വീണ്ടും വരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ത്രിയേക ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ച് നമ്മുടെ ചെറിയ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മളോട് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ത്രിയേക ദൈവത്തിന് ഒരിക്കൽ കൂടി മഹത്വം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്.